സംസ്ഥാനത്തെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. ഇന്ന് 8 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കൊച്ചിയിൽ നിന്ന് അർച്ചന ചേരുകയാണ്. അർച്ചന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിനിഷ. മഴയാണോ? നിനിഷ, കൊച്ചിയിൽ നിലവിൽ മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ പുലർച്ചെ വരെ നീണ്ടിരുന്നു. എന്നാൽ രാവിലെ ആയപ്പോഴും ചെറിയൊരു വെയിൽ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇനി അങ്ങോട്ട് മഴ ഉണ്ടാകുമെന്ന കാര്യത്തിൽ എന്തായാലും യെല്ലോ അലേർട്ടാണ് ജില്ലയിൽ. മാത്രമല്ല മധ്യ കേരളത്തിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇടുക്കി, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത്. മാത്രമല്ല മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനൊരു സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളടക്കം കടലിൽ പോകരുതെന്ന നിർദ്ദേശമടക്കം നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ എറണാകുളത്ത് അല്പം ശാന്തമാണ്. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ അതിശക്തമായ മഴയാണ് പെയ്തിരുന്നത്. മാത്രമല്ല ഈ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലടക്കം അത്തരം സാധ്യതകൾ കൂടിയുണ്ട്. അടിമാലിയിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായി ഒരു കുടുംബത്തിലെ ഗൃഹനാഥനടക്കം മരിച്ചത്. അങ്ങനെ പലയിടങ്ങളിലായി ഇത്തരത്തിൽ മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ മഴക്കെടുതികളുമുണ്ട്. എന്തായാലും എറണാകുളത്ത് നിലവിൽ മഴ കുറവാണ്. ഇന്നലെ രാത്രി പെയ്ത മഴ പുലർച്ചെ വരെ നീണ്ടെങ്കിലും ഇപ്പോൾ മഴ ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള മണിക്കൂറിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കർശന നിർദ്ദേശം കൂടെ നൽകിയിട്ടുണ്ട്. കടലാക്രമണ ഭീഷണിയുള്ളതിനാൽ അവിടെയുള്ള ആളുകൾ, തീരദേശ ജനതകൾ ജാഗ്രത പാലിക്കണം. ഒപ്പം ഇടുക്കി, മലയോര മേഖലകളിലെ ആളുകൾ ജാഗ്രത പാലിക്കണം. മലയോര മേഖലകളിൽ യാത്ര പോകുന്ന ആളുകൾ, അത്തരത്തിലുള്ള വിനോദസഞ്ചാരികൾ അടക്കം ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും അതിശക്തമായ കാറ്റും മഴയും ഇനിയുള്ള മണിക്കൂറിലും പ്രതീക്ഷിക്കാം നിനിഷ. ശരി, ഏതായാലും 8 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 10 മണിയോടുകൂടി അടുത്ത അലേർട്ട് വരും, മുന്നറിയിപ്പ് വരും. അതുമായി ബന്ധപ്പെട്ട് നിലവിൽ മറ്റു ജില്ലകളിലൊന്നും വലിയ മഴ പെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.